ರಾಜ್ಯದ ಸುನ್ನಿ ಮನೆಮನೆಗಳನ್ನು ತುಂಬಿ ನಿಂತಿರುವ ಆ ನಾಮದ ಉಚ್ಚಾರಣೆಯೇ ಒಂದು ದಿವ್ಯಾನುಭವ. ಲೋಕಾನುಭವಿ ಸರ್ವಶ್ರೇಷ್ಠ ಪ್ರವಾದಿವರೇಣ್ಯ ಮೊಹಮ್ಮದ್ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಶರೀರಕ್ಕೆ ಆಶ್ರಯ ಕೊಟ್ಟ ಪರಮ ಪವಿತ್ರ ನಾಡಿನ ನಿತ್ಯ ಸ್ಮರಣೆಯೊಂದಿಗೆ ಆ ಮಹಾನುಭಾವರು ಸಾರಿದ ತತ್ವಾದರ್ಶಗಳ ವ್ಯವಸ್ಥಿತ ಪ್ರಸಾರ ಮತ್ತು ಆಚರಣೆಯನ್ನು ಲಕ್ಷ್ಯವಾಗಿಟ್ಟುಕೊಂಡು ಒಂದು ದಶಕದ ಹಿಂದೆ ಸ್ಥಾಪಿಸಿದ ಶೈಕ್ಷಣಿಕ ಸಮುಚ್ಚಯವೊಂದರ ಪರ್ಯಾಯ ನಾಮವಾಗಿ ಇವತ್ತದು ಮಾರ್ಪಟ್ಟಿದೆ. ദിനാഗിരങ്ങളുടെ കന്തങ്ങളിൽ നിന്നടർന്നു വീഴുന്ന തസ്ബീഹിന്റെ മാലപ്പടക്കങ്ങളുടെ നിയുക്ത സാഗര സാമ്രാജ്യമാണ് അൽ മുജമ്മഉൽ മദീനത്തുൽ ഇസ്ലാമിയ. അറേബ്യൻ മലമടക്കുകളോടടക്കം പറഞ്ഞ് അറബിക്കടൽ തിരമാലകളോട് കുശലം പറഞ്ഞ് കാരക്കകളുടെ കൗതുക കലവറയിൽ നിന്നും ദക്ഷിണ കന്നഡയുടെ കനക കവാടത്തിലെത്തിച്ചേർന്ന ഖുതുബുസ്സമാൻ അസയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങളുടെ സമീപം മഞ്ഞനാടിക്കടുത്ത് യതീമുകളുടെ പവിത്ര കൊട്ടാരമായി ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പ്രൗഢോജ്വല ഇസ്ലാമിക കലാലയം അൽ മുജമ്മഉൽ മദീനത്തുൽ ഇസ്ലാമിയ. ಮಂಗಳೂರು ಮಹಾನಗರದಿಂದ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ 17ರಲ್ಲಿ ದಕ್ಷಿಣಕ್ಕೆ ಸ್ವಲ್ಪ ಕ್ರಮಿಸಿದರೆ ತೊಕ್ಕೊಟ್ಟು ಎಂಬ ಪುಟ್ಟ ಪಟ್ಟಣವಿದೆ. ಅಲ್ಲಿಂದ ಹೆದ್ದಾರಿಯನ್ನು ಬಿಟ್ಟು ಪೂರ್ವಕ್ಕೆ ತಿರುಗಿ ಸುಮಾರು 10 ಕಿಲೋಮೀಟರ್ ಸಂಚರಿಸಿದರೆ ಮಂಜನಾಡಿಯ ತೌಡುಹುಳಿ ಕ್ರಾಸ್ ಬಳಿಯ ರಸ್ತೆಯ ಬಲಭಾಗದಲ್ಲಿ ವಿಶಾಲವಾದ ಅಲ್ ಮದೀನಾ ಕ್ಯಾಂಪಸ್ ಅನ್ನು ಕಾಣಬಹುದು. ನೋಡುಗರ ಕಣ್ಮನ ಸೆಳೆಯುತ್ತ ವಿದ್ಯಾಭಿಮಾನಿಗಳ ಆತ್ಮಹರ್ಷವಾದ, ದೀನ ನಿರ್ಗತಿತರ ಆಶಾ ಕೇಂದ್ರವಾದ, ಆಲಿಂ ಮುತಾಲಿಂಗಳ ಸಂಗಮ ಸಂಕೇತವಾದ, ಹತಾಶ ಮಾನಸರ ಪಾಲಿಗೆ ನಿತ್ಯ ಶಾಂತಿಯ ಆಗ್ರಹವಾದ, ಒಟ್ಟಾರೆ ಸಮಾಜದ ಅಬಾಲ ವೃದ್ಧ ಜನರ ಆಧ್ಯಾತ್ಮಿಕ ಆಸರೆಯಾಗಿ ಅಲ್ ಮದೀನಾ ಇಸ್ಲಾಮಿಕ್ ಕಾಂಪ್ಲೆಕ್ಸ್ ಬೆಳೆದು ಬಂದಿದೆ. ആനന്ദം കളിയാടുകയായി കന്നഡമഞ്ഞ് കഥകടിച്ച് ആനന്ദം കളിയാടുകയായി അരുമപ്പൈകിൽ പാടി. 1994ರ ಒಂದು ಧನ್ಯ ಮುಹೂರ್ತದಲ್ಲಿ ಕರ್ನಾಟಕದ ಪ್ರಮುಖ ಉಲಮಾಗಳಲ್ಲೊಬ್ಬರಾದ ಶೇಖುನಾ PM ಅಬ್ಬಾಸ್ ಮುಸ್ಲಿಯಾರ್ ಅವರ ದೀರ್ಘದೃಷ್ಟಿಯ ಮತ್ತು ಸಾಮಾಜಿಕ ಕಾಳಜಿಯ ಪ್ರತೀಕವಾಗಿ ಅಲ್ ಮದೀನಾ ಒಂದು ಹರಕು ಕಟ್ಟಡದ ಇಕ್ಕಟ್ಟಾದ ಒಳಾಂಗಣದಲ್ಲಿ ಶುಭಾರಂಭಗೊಂಡಿತ್ತು. ನಿವಾಸಿಗಳಿಗೆ ಪ್ರಾಥಮಿಕ ಸೌಕರ್ಯವು ಸಾಕಷ್ಟು ಒದಗಿಸಲು ಅಸಾಧ್ಯವಾಗಿದ್ದ ಆ ದುರ್ಗಮ ಸನ್ನಿವೇಶದಲ್ಲಿ ಎಲ್ಲವನ್ನೂ ಸರ್ವಶಕ್ತನ ಮೇಲೆ ಭಾರವಿಲ್ಲ. ನಾರ್ಯ ಸುತ್ತಲಾಸನ ಅನಿರ್ವಚನೀಯ ಚೈತನ್ಯದ ಬೆಂಬಲದೊಂದಿಗೆ ಆರಂಭಿಸಿದ ಆಂದೋಲನವು ಇಂದು ದಶಕದ ಹೊತ್ತಿಲನ್ನು ದಾಟುವಾಗ ಇಡೀ ಸುನ್ನಿ ಕರ್ನಾಟಕವೇ ಸಂಭ್ರಮಿಸುತ್ತಿದೆ. ನಾಡಿನ ಹೃದಯ ಮಿಡಿತವನ್ನು ಎಷ್ಟು ತೀವ್ರವಾಗಿ ಅಲ್ ಮದೀನಾ ಸಾಕಿದೆ ಎಂಬುದರ ಸ್ಪಷ್ಟವಾಗಿದೆ. 1994 ഒരു ചെറിയ സമുച്ചയം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അത് നാഗേശ്വരാത്ത്
മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4444 നാരിസ്വലാത്തിൽ തുടങ്ങാമെന്ന് തീരുമാനിക്കുന്ന ഒരു ശേഖുമാർക്ക് മുഷാവറത്തേക്കപ്പോൾ പൊതുമലയാളി ഇസ്ലാമിന്റെ യാസീൻ കൂടി ഓടി നാരിസ്വലാത്തിന്റെ ഭവന ഗുരുജനങ്ങളുടെ യാസീൻ കൂടി ഓടി തുടങ്ങണം അത് പ്രവർത്തിക്കുന്ന രൂപം കാണിച്ചു തരുമെന്ന് ആ ശേഖ് പറഞ്ഞ അടിസ്ഥാനത്തിൽ 94 ഞങ്ങൾ എഴുന്നേറ്റ് പോവുക മുഖാരികളെല്ലാം ആരോഗ്യങ്ങളെല്ലാം പോയി ഒരു 80 വരുന്ന ആരോഗ്യങ്ങൾ പോയി മൗലിക ലക്ഷ്യം 4444 ആരോഗ്യത്തിലെ ഇസ്ലാമിന്റെ യാസി പോയി ദ്വാരം അതിനുശേഷം എന്റെ മനസ്സ് അള്ളാഹു തോന്നിപ്പിക്കുന്ന ഒരു യത്തീംഖാനുണ്ടാക്കാറുണ്ട്. അങ്ങനെ യത്തീംഖാൻ ഉണ്ടാക്കാമെന്ന് തോന്നി ഞാൻ കമ്മിറ്റി വിളിച്ച് എല്ലാവരും മുഷാവറയിട്ട് എല്ലാവരും നമ്മൾ സ്വീകരിച്ച് പല സ്ഥലങ്ങളിലും സ്ഥലം തരാമെന്ന് വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ നാട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്ഥലം തരാം, സ്വീകരിച്ച് സ്ഥലം തരാം. അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ സ്ഥലം സ്വീകരിച്ച് തരാമെന്ന് പറഞ്ഞത് അവസാനം അള്ളാഹു നിശ്ചയിച്ചത് ഇവരായിരുന്നു. അങ്ങനെ ചെറിയ പൈസ ആ ചെലവ് സംഭാവന വാങ്ങി ബാക്കിയുള്ള പൈസ കടം വാങ്ങി 1 ഏക്കർ 78 സെന്റ് സ്ഥലം 1,09,994 അടുത്ത് അത് ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. അന്ന് 11 സാധിക്കാൻ എത്തിമുട്ടികളൊക്കെ തുടങ്ങി. ശിലാന്യാസത്തിന് ബഹുമാനപ്പെട്ട ശേഖന താമിലുള്ള കൈ കണ്ടുവരാൻ ബുഖാരി വനക്കാനാവി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശേഖന മലയാളി പോലുള്ള മഹാന്മാരുണ്ടായിരുന്നു. അങ്ങനെ 11 എത്തിമുട്ടികളൊക്കെ കഴിഞ്ഞ സ്ഥാപനം അള്ളാഹു ബർക്കത്താക്കി. ഇന്ന് 18 ഏക്കറോളം സ്ഥലം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും യത്തീംഖാനിൽ തന്നെ 115 എത്തിമുട്ടികളുണ്ട്. സാധിക്കാൻ എത്തിമുട്ടികളാണ്. അതിൽ യാതൊരു കളങ്കമില്ല. ഇവിടെ എത്തിമുട്ടികൾ തീർക്കാൻ വേണ്ടി വന്നാൽ വളരെയധികം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ആ കുട്ടിയെ ശരിയായ എത്തിമാവായിരുന്നു ശരിയായതൊക്കെ അന്വേഷിച്ച് മാത്രമേ ഇവിടെ തീർത്തുള്ളൂ. അങ്ങനെ അവർ വന്ന കഴിവിന് വല്ല സംശയം വന്നെങ്കിൽ അവരെ ജമാഅത്തിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ശരിയായ എത്തിമാവോ അതിനുള്ള പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ എത്തുള്ളൂ. യത്തീംഖാനിൽ എത്തിമുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഗോഡി മദ്രസയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഹൈസ്കൂളിൽ ഇങ്ങനെ പലതുമായിട്ട് അലഹംദുലില്ലാ 11 എത്തിമുട്ടികളെ കൊണ്ട് പഠന സ്ഥാപനത്തിൽ മൊത്തത്തിൽ 600ഓളം കുട്ടികളെ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലായി പഠിക്കുന്നുണ്ട്. അലഹംദുലില്ലാ അത് അതും ചെയ്യുന്നത് നിലനിർത്തുകയും ചെയ്ത് വളരെ അതിന് സഹായിച്ച മുഴുവൻ ആൾക്കാർക്കും അള്ളാഹുവിന്റെ അർഹമായ പ്രവർത്തനങ്ങളാണ് നൽകിക്കൊടുക്കുന്നതാകട്ടെ. അള്ളാഹുവിന്റെ സ്ഥാപനത്തിലെ കണ്ണവും കാണാത്തതുമായ പലരും സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം നാളും ആത്മത്വവും കഴിവ് നൽകണം റഹ്മാനെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കണം റഹ്മാനെ. ഇതേപോലെ പ്രദേശത്തുമായി പലരും സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമുണ്ട്. പലരും ചെയ്യുന്നുണ്ട്. അള്ളാഹുവർക്കെല്ലാം കഠിനാവും ആത്മത്വവും കഴിവ് നൽകണം റഹ്മാനെ. കച്ചവടങ്ങളിൽ റഹ്മത്തും വർദ്ധത്തും ചെയ്യാൻ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനെ. അതുപോലെ തന്നെ ജമാഅത്ത് പ്രവർത്തിച്ചാൽ സ്ഥാപനത്തിന് ഒരു വരുമാനമാർഗം ഉണ്ടാകാമെന്ന് മനസ്സിലാക്കി 44 സെന്റ് സ്ഥലം നാട്ടക്കരയിലെത്തി അവർ ജമാഅത്ത് ഏരിയയിലുള്ള ജമാഅത്ത് അൽപ്പപാട് അൽജിവേരി അൽവസ ഈ 4 കമ്മിറ്റിക്കാരും കൂടി 44 സെന്റ് സ്ഥലം വാങ്ങി. അങ്ങനെ അതിന് കല്യാണത്തിന്റെ അതുപോലെ കമ്മ്യൂണിറ്റി ഹാൾ എന്ന പേരിലുള്ള ഒരു ഷാദിമാണ് ഒരു മംഗളത്തിന്റെ ഹാളില്ലാത്ത അലഹംദുലില്ലാ പൂർത്തിയായിക്കൊണ്ട് വരികയാണ്. അള്ളാഹു തോഫീഖ് ചെയ്ത് ഈ മാസം മാർച്ച് 24 വൈകുന്നേരം സ്ഥാനാർത്ഥികളും കാര്യങ്ങളുടെ നേതൃത്വത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു അതിന് സഹായിച്ചവർക്കെല്ലാം അർഹരായ പദവികൾ